ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബെഡ്റൂമിൻ്റെ അകത്ത്, അത് ബെഡ്റൂമിൻ്റെ അകത്ത് നമ്മളൊരു എക്സ്ട്രാ പ്ലഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഏരിയയിൽ എത്ര മോഡലിൻ്റെ ബോക്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് വയർ വലിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ സിസ്റ്റം കാര്യങ്ങൾ, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് സിസ്റ്റം, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഏരിയ, സ്റ്റഡി ഏരിയ, ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന സ്വിച്ച് ബോർഡാണ്. ആദ്യമേ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 6 മോഡ്യൂളിൻ്റെ ഒരു സ്വിച്ച് ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. 6 മോഡ്യൂൾ എന്ന് വെച്ചാൽ നമുക്ക് 2 പ്ലഗും 2 സ്വിച്ചും കൂടി കൊടുക്കാവുന്ന രീതിയിലുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിൽ കൊടുത്തിരിക്കുന്ന വയർ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇതെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് 1 പോയിൻ്റ് സർക്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇൻവെർട്ടർ, ഫേസ്, ന്യൂട്രൽ, എർത്ത്. അപ്പോൾ ആദ്യമേ തന്നെ പച്ച നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് DBയിൽ നിന്ന് നേരിട്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ സർക്യൂട്ട് റൂമിൻ്റെ വരുന്ന സർക്യൂട്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പച്ച 1.5 കൊടുത്തിരിക്കുന്ന എർത്തായിട്ട്, ബ്ലാക്ക് 1.5 കൊടുത്തിരിക്കുന്ന ന്യൂട്രലായിട്ട്, റെഡ് 1.5 കൊടുത്തിരിക്കുന്ന ഫേസ് ആയിട്ട്. ഇതാണ് കോമൺലി വരുന്ന സർക്യൂട്ട്, ഫേസ്, ന്യൂട്രൽ, എർത്ത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ വേണമെങ്കിൽ നമ്മൾ ഒരു വയർ വലിക്കുന്നുണ്ട്. അതാണ് ആ കാണുന്ന മഞ്ഞ വയർ വരുന്നത്, 1.5 മഞ്ഞ വയർ. അതായത് 2 പ്ലഗ് കൊടുക്കാനാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അതിലൊരു പ്ലഗ് സാധാരണ KCBയിലും ഒരു പ്ലഗ് ഇൻവെർട്ടറിലുമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ കുത്തുന്ന സമയത്ത് സെപ്പറേറ്റ് UPS കാര്യങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല. സിസ്റ്റം കുത്തുന്ന ആ പ്ലഗ് എന്ന് പറയുന്നത് നമുക്ക് ഇൻവെർട്ടറിൽ കൊടുക്കുകയോ, അല്ലെങ്കിൽ ഈ ഇൻവെർട്ടർ ആണെങ്കിൽ തന്നെ ഇപ്പോൾ വരുന്ന മോഡലുകളെല്ലാം തന്നെ ഇൻവെർട്ടർ വിത്ത് UPS ആണ്. UPS മോഡിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിസ്റ്റത്തിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കൺവേർട്ടായി കിട്ടും. അപ്പോൾ നമ്മൾ സാധാരണ വലിക്കുന്ന പോലെ തന്നെ 6 മോഡ്യൂളിൻ്റെ സ്വിച്ച് ബോർഡ് കൊടുത്തു. 2 പ്ലഗും 2 സ്വിച്ചുമാണ് കൊടുക്കുന്നത്. അത് ഒരെണ്ണത്തിൽ നമ്മൾ KCB കൊടുത്തു, ഒരെണ്ണത്തിൽ നമ്മൾ ഇൻവെർട്ടർ സെക്ഷൻ കൂടി കൊടുത്തു. അത് UPS ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് റൂം സർക്യൂട്ടിൽ നിന്നാണ് സാധാരണ കൊടുക്കുന്നത്. ഒരു റൂമിലേക്ക് വരുന്ന സർക്യൂട്ട് DBയിൽ സെപ്പറേറ്റ് ചെയ്ത് MCBയിലേക്കാണ് കൊടുക്കുന്നത്. അത് വരുന്നത് ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ. നമുക്ക് മാസ്റ്റർ ആ പ്ലഗ് സോക്കറ്റ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് മാസ്റ്ററിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ബാക്കി വരുന്ന എല്ലാം തന്നെ നമ്മൾ അതിൽ നിന്നും ലൂപ്പ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു റൂമിലേക്ക് ഒരു സർക്യൂട്ട് ഫേസ്, ന്യൂട്രൽ, എർത്ത് വരുന്നുണ്ട്. പിന്നെ ഇൻവെർട്ടറിന് വേണ്ടി സെപ്പറേറ്റ് വയർ വരുന്നുണ്ട്. അത് കൂടാതെ ഹീറ്ററിന് സെപ്പറേറ്റ് വയർ വരുന്നുണ്ട്. അപ്പോൾ മെയിൻ നമ്മുടെ റൂം സർക്യൂട്ടിൽ നിന്നും ലൂപ്പ് ചെയ്തിട്ടാണ് ഈ പറയുന്ന എക്സ്ട്രാ പോയിൻറ്റുകൾ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഹൈറ്റ്, നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ 110 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു എക്സ്ട്രാ പ്ലഗ് നമ്മൾ കൊടുക്കുന്നത് 110 സെൻറ്റിമീറ്ററിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ സിസ്റ്റമോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ കാര്യങ്ങൾ, ലാപ്ടോപ്പോ ഉപയോഗിക്കാവുന്ന ടേബിളിൻ്റെ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ടേബിളിൽ നിന്ന് കുറച്ചുകൂടി ഹൈറ്റ് പൊങ്ങിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്ന എക്സ്ട്രാ പ്ലഗ് കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.